Hi friends, welcome back to Vidya's rasoi. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് റവ ലഡു ആണ്. വെറും 5 മിനിറ്റ്സ് കൊണ്ട് റവ ലഡു എങ്ങനെ ചെയ്യുന്നത് കാണണ്ടേ? അപ്പോൾ അതിനു മുൻപ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ഒക്കെ തരണം. പിന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ ആരും മറന്നുപോലെ എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ റവ ലഡു റെഡിയാക്കാൻ തുടങ്ങാം. റവ ലഡു റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി. ഇനി നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. ഇത് 200 ml കപ്പാണ്. അപ്പം ഞാനൊരു 150ഓളം റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ റോസ്റ്റ് ചെയ്ത റവയാണെങ്കിൽ നമുക്ക് വീണ്ടും റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ പാനിലിരുന്ന് വീണ്ടും അത് കുക്കാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നല്ല ചൂടുള്ളത് കൊണ്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് നിരത്തിയൊക്കെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഇത് തണുത്ത് കിട്ടും. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പാൻ വെച്ചു. അപ്പോൾ അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണോളം ഗീ ആണ് ഒഴിക്കുന്നത്. ഇതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കിന് ഇതിലേക്ക് കുറച്ച് കിസ്മിസ് ചേർക്കണം. കാഷ്യൂ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്താലും കുഴപ്പമില്ല, ഇഷ്ടമുള്ളവർക്ക്. കുട്ടികൾക്കൊന്നും ഒട്ടും ഇഷ്ടമല്ല. അതെല്ലാം ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇവരിതെല്ലാം പെറുക്കി കളയും, എന്നിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെറുതെ കാഷ്യൂ കൂടി ഇടാഞ്ഞതിനതിൽ. ഇതുപോലെ അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇത് അതുപോലെ തന്നെ ഒത്തിരി ഓവറായിട്ടങ്ങ് ഇതാവണ്ട, ഒരു ഡാർക്ക് കളറൊന്നും വരണ്ട. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഇത് റെഡിയായപ്പോൾ ഇതും നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഞാനിവിടെ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 125 ml കപ്പാണ്. അപ്പോൾ അതിന് ഫുള്ള് ഞാൻ ഷുഗർ എടുത്തിട്ടുണ്ട്. അപ്പം 125 ആണ് ഷുഗർ എടുത്തിരിക്കുന്നത്. 150 ആണ് റവ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചു കൊണ്ടുവന്നു. ഇനി നമ്മൾ ഈ റവയും കൂടി ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന കിസ്മിസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1 ടേബിൾ സ്പൂൺ ഗീ ആണ് നമ്മൾ ആദ്യമേ കിസ്മിസ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തത്. ഇനി നമ്മൾ ഒരു 1 ടേബിൾ സ്പൂൺ കൂടെ ഇതിലേക്ക് ഒഴിക്കണം. ഇനി നമ്മൾ ചേർക്കുന്നത് കുറച്ച് മിൽക്കാണ്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതാണ്. അത് ഒരു 4 ടേബിൾ സ്പൂണോളം മിൽക്കാണ് ഞാൻ ഒഴിക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടി മാത്രം. നമുക്കിത് ബോളാക്കി എടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നും തന്നെ ഇല്ല. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർക്കുക. നല്ലൊരു ടേസ്റ്റിനും നല്ലൊരു സ്മെല്ലിനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ബോളാക്കാം. നല്ല സോഫ്റ്റ് ആകുന്നത് മിൽക്ക് ഒഴിക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റായി കിട്ടും. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ലഡു റെഡി ആയിട്ടുണ്ട്. റവ ലഡു വളരെ സിമ്പിളല്ലേ. ഒരു 10 മിനിറ്റ് തന്നെ കൂടുതലാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. കുട്ടികൾക്ക് പെട്ടെന്നൊരു സ്വീറ്റ്സ് വേണമെങ്കിൽ അതും 2-3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല സൂപ്പറായിട്ട് റവ ലഡു റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയുകയും വേണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് എടുത്തിട്ട് കാണിക്കാം. അപ്പം നമ്മൾ ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ഒക്കെ തരാൻ വേണ്ടിയിട്ട് ആരും മറന്നു പോകരുത് കേട്ടോ.